എങ്ങനെയാണ് ഒരു അക്കൗണ്ടന്റ് ആവുക? ഒരുപാട് കാലമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു അക്കൗണ്ടന്റ് ആകണമെങ്കിൽ ബിസിനസിന്റെ ടോട്ടാലിറ്റിയെ കുറിച്ച് പഠിച്ചു. എന്ന് വെച്ചാൽ ബിസിനസിന്റെ മാനേജ്മെന്റ് കാര്യങ്ങൾ പഠിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ടോട്ടാലിറ്റി ഒരു ഏകദേശം ഒരു കോമൺ ധാരണയെങ്കിലും നമുക്ക് ഉണ്ടാകണം എന്നാണ് ആദ്യം പറയാൻ. അതിനു വേണ്ടി എന്തൊക്കെ പഠിക്കാൻ, അതാണല്ലോ പ്രശ്നം. ഇന്ന് ഒരുപാട് പരസ്യങ്ങൾ നമുക്ക് കാണുന്നു. ഒരു അക്കൗണ്ടന്റ് ആകാൻ അല്ലെങ്കിൽ ഒരു കോമേഴ്സ് ലോകത്തെ ഏറ്റവും നല്ല കരിയർ എന്ന് ഞാൻ എപ്പോഴും പറയുന്ന 3 കോഴ്സുകളുണ്ട്. ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് CA, ദെൻ CMA, ദെൻ CS, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി. അങ്ങനെ 3 പ്രൊഫഷണൽ കരിയറുകളാണ് യഥാർത്ഥത്തിൽ കോമേഴ്സിലുള്ളത്. പിന്നെ ഇപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ ഫേക്ക് കോഴ്സുകളും അതിനോട് സാമ്യമുള്ള കുറെ കോഴ്സുകളൊക്കെ നിങ്ങൾ പരസ്യങ്ങളിൽ കാണും. അതൊക്കെ കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമേ ചേരും. അതുകൂടാതെ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതും കൂടുതൽ സമയം ചെലവഴിക്കപ്പെടേണ്ടതും കുറച്ചുകൂടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള നീക്കം നടത്തിയാൽ മാത്രമേ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്നാൽ അതില്ലാത്തവർക്കും കോമേഴ്സ് ലോകത്തേക്ക് വരാൻ വേണ്ടിയാണ് അക്കൗണ്ടിംഗ് കോഴ്സുകളെ രൂപപ്പെടുത്തി. അങ്ങനെ അക്കൗണ്ടിംഗ് കോഴ്സുകളെ രൂപപ്പെടുത്തുമ്പോൾ ഞാൻ എന്ത് പഠിക്കും എന്നുള്ളതാണ് പ്രധാന കൺഫ്യൂഷൻ. ഞാൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പഠിക്കും. പല പേരുകളിൽ ഈ കോഴ്സ് വരുന്നു. പക്ഷെ എന്ത് പേര് വന്നാലും എന്റെ ഒരു അഭിപ്രായം ആദ്യം പഠിക്കേണ്ടത് അക്കൗണ്ടിംഗ് തന്നെ. നമ്മളിപ്പോ BCom, MCom അല്ലെങ്കിൽ മറ്റ് കോമേഴ്സ് ഡിഗ്രികളും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ നമ്മൾ പാസ്സാവും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് സ്റ്റോപ്പിൽ ചെന്നിരിക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയി ചെന്നാൽ അവരിപ്പോ ചോദിക്കും, നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടോ, നിങ്ങൾക്ക് ചെയ്യാനറിയോ? ചെയ്യാനറിയോ എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം അവരിതിന് മുമ്പേ വെച്ചിട്ടുള്ളവരൊക്കെ അറിയാലോ, ചെയ്യാൻ അറിയാത്തവരായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്, ഒരു അക്കൗണ്ടന്റ് ആകാൻ നിങ്ങൾ തീരുമാനിച്ചു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പഠിക്കുകയാണ്. അത് ഡിഗ്രിക്ക് പഠിച്ച അക്കൗണ്ടൻസി നമുക്ക് പ്രയോജനപ്പെടുത്താം. പക്ഷെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ് അക്കൗണ്ടിങ് ആണ്. അതിന്റെ എൻട്രീസും കാര്യങ്ങളും ഡേ ടു ഡേ അഫയേഴ്സ് എഴുതി, അത് ലെറ്റർ പോസ്റ്റ് ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫൈനലൈസേഷൻ എത്തി അനലൈസ് ചെയ്യാൻ പഠിച്ച്, അങ്ങനെയാണ് മാനുവൽ അക്കൗണ്ടിങ് എന്നൊരു ഡിവിഷൻ വരുന്നത്. ഇപ്പൊ പലയിടത്തും മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നത് അക്കൗണ്ടൻസിയുടെ ജേണൽ എൻട്രിയും ലെഡ്ജറും അതിന്റെ ഫൈനൽ അക്കൗണ്ടും ഒക്കെ. അതല്ല, അതും വേണം. പക്ഷെ അത് കൂടാതെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവം മാനുവൽ അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി ഡീറ്റെയിൽസ് ആയിട്ടുള്ള അക്കൗണ്ടിങ് എൻട്രീസ് ചെയ്യാൻ പഠിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം, മാനുവൽ. അങ്ങനെ പഠിക്കണമെങ്കിൽ ചുരുങ്ങിയത് 1.5-2 മാസം നിങ്ങൾ റെഗുലർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ അത് പഠിച്ചെടുക്കാൻ പറ്റൂ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് മാറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ 2 തരം സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് അവിടെ പരിചയപ്പെടും. ഒന്ന് കോഡുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, 2 കോഡ് ഇല്ലാത്ത അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. കോഡുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ പ്രധാനപ്പെട്ടതാണ് SAP, സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രോസസ്. അതാണ് കോഡ് ഉള്ളതിൽ പ്രധാനപ്പെട്ടവ. ഇനി കോഡുള്ള ഒരുപാടുണ്ട്, ഒറാക്കിൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കോഡുള്ളത്. രണ്ടാമത്തെ കോഡ് ഇല്ലാത്ത ബിസിനസ്സുകളാണ് ടാലി തുടങ്ങിയ മാറ്റേഴ്സ്. നിങ്ങൾ ഈ കോഡുള്ളത് പഠിക്കുന്നേക്കാൾ മുൻപായിട്ട് കോഡില്ലാത്ത സോഫ്റ്റ്വെയറുകളുടെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ടാലി പോലുള്ള സോഫ്റ്റ്വെയർ പഠിച്ചാൽ നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് പഠിച്ചത് അത് ഫ്ലുവന്റ് ആക്കിയതിനു ശേഷം പഠിക്കേണ്ട ഒന്നാണ് SAP.